സത്യദൈവത്തെ അറിയുക എന്ന് പറയുന്നതാണ് നിത്യജീവൻ. സത്യദൈവത്തെ അല്ല, പിതാവിനെ അറിയുക. പിതാവിനെ അറിയുക എന്ന് പറയുമ്പോൾ എന്തായി? പിതാവെന്ന് പറയുന്ന പദം തന്നെ ഒരു ബന്ധത്തെ പ്രതിനിധീകരിക്കുന്ന പദമാണ്, അല്ലെ? നമ്മൾ വേറൊരാളെ കയറി പിതാവെന്ന് വിളിക്കത്തില്ല, നമ്മൾ അങ്കിളെന്ന് വിളിക്കും. നമുക്ക് പിതാവെന്ന് ഒറ്റ ഒരു പിതാവ്. ആ പിതാവുമായിട്ടുള്ള നമ്മുടെ അനുഭവമാണ് ആ പിതാവിനെ യഥാർത്ഥത്തിൽ അറിയുന്നത് പോലെ. നമുക്കറിയാനായിട്ട് മാർഗമില്ലാതെ പോയതിന്റെ കാരണം ആദം വിശ്വസിച്ച ആ വിശ്വാസം അവനിൽ പരത്തിയ നിഴൽ, ഇരുള്. ആ ഇരുളെന്ന് പറയുന്നത് അവൻ കൃപയാൽ പ്രാപിച്ചത് പ്രവൃത്തിയാൽ സമ്പാദിക്കണമെന്നുള്ള, ദൈവം അവനു വേണ്ടി അല്ല, അല്ലെങ്കിൽ ദൈവം അവനു വേണ്ടി സകലതും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള ചിന്ത. ഇതിൽ നിന്നാണ് യേശു നമ്മളെ വീണ്ടും മതചിന്തകൾ. അതാണ് മതത്തെ ഞാൻ ഈ മതം എന്ന് പറയുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മതം ഒരിക്കലും ഈ യൂണിയനെ, നിങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളും തമ്മിലുള്ള ഈ വേർപിരിയ ബന്ധത്തെ, ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം നടന്നതായിട്ട്, അല്ലെങ്കിൽ അത് ഓൾറെഡി ദൈവമായിട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സമ്മതിക്കരുത്. കാരണം സകല ചരടും പൊട്ടുപോകും. പിന്നെ നിങ്ങളെ ബന്ധിപ്പിക്കാനായിട്ട് ഒരു ചരടും ഇല്ല, നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ ഒന്നുമില്ല.